Hey guys, welcome to Riyadh Bollywood World Vlog. അപ്പോൾ ഇന്ന് നമ്മൾ റിയാദിലെ ബോളിവുഡ് വേൾഡിലേക്കാണ് പോകുന്നത്. റിയാദിലെ ബോളിവുഡ് വേൾഡ് ഉണ്ട്, സിറ്റി ഉണ്ട്. സിറ്റിക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് പോവാം. വേൾഡിലേക്ക് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് വീക്ക് ഡേയ്സിലാണ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം സീസൺ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീക്കെൻഡൊക്കെ നല്ല റഷാണ്. അപ്പോൾ നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊജക്ഷൻ ലൈറ്റ് ന്യൂ റിയാദിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ന്യൂ റിയാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോളിവുഡ് വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ബോളിവുഡ് വേൾഡ് 2022 റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വലിയൊരു സിറ്റിയാണ്. ഇവിടെ ഒരുപാട് കൺട്രീസിൻ്റെ പവിലിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ്റെ പവിലിയൻ ഉണ്ട്, ചൈനൻ്റെ ഉണ്ട്, ഫ്രാൻസ്, ഗ്രീസ്, USA, ആഫ്രിക്ക, മൊറോക്കോ, ഇറ്റലി, അങ്ങനെ ഒരുപാട് കൺട്രീസിൻ്റെ പവിലിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടെന്ന്, കാരണം 2034 നടക്കുന്ന വേൾഡ് കപ്പ് സൗദിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോളിവുഡ് വേൾഡിൻ്റെ ഉള്ളിൽ. സോ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ഇന്ന്. ഇനി നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ്റെ പവിലിയൻസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്വാഗത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഓരോരോ കൺട്രീസിൻ്റെ പവിലിയൻസിലും കാര്യങ്ങളിലൊക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആ കൺട്രിയുടെ ഹിസ്റ്ററി, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, എനിക്ക് കുറച്ചൊരു ക്യൂരിയോസിറ്റി തോന്നിയത് കണ്ടപ്പോൾ. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ പോകുന്ന ടൈമിലും അതുപോലെ തന്നെ ഓരോരോ റോഡ് സൈഡിലും പ്രോഗ്രാംസിൻ്റെ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ആദിവാസി ഹെയർ ഓയിൽ, അതിൻ്റെ പരസ്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മുടിയുള്ള ആൾക്കാരൊക്കെ വന്ന് നിൽക്കാറില്ലേ, അതുപോലത്തെ എക്സാക്റ്റ് അതുപോലത്തെ സംഭവം ഇവിടെ ഞാൻ കണ്ടു. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ യങ്സ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. നമുക്ക് നല്ല എൻ്റർടൈൻമെൻറ്റും കിട്ടും. അതുപോലെ തന്നെ ഫുഡീസിനൊക്കെ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഇവിടെ ഒരുപാട് കൺട്രീസിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരുടെ കൾച്ചറും കാര്യങ്ങളും നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ രാജ്യങ്ങളിൽ, അതായത് ഓരോരോ രാജ്യങ്ങൾ മീൻസ് ഓരോ രാജ്യങ്ങളുടെ പവിലിയൻസ് വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ രാജ്യത്തിലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചൈനയിലാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ആയിരിക്കും അവിടുത്തെ മോസ്റ്റ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തെന്നൊക്കെ. അങ്ങനെ ഓരോരോ കൺട്രീസിൻ്റെ പവിലിയൻസിലും ആ കൺട്രിയിലത്തെ ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലേക്ക് കണ്ടോ, ഇത് മാൻമെയ്ഡാണ്. ഇത് ഗിന്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ലേക്കും കൂടിയാണ്. കണ്ടോ, ഇത് വേറെ ടൈപ്പ് ഓഫ് റൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇപ്പോൾ പർച്ചേസിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും വെറൈറ്റി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബോളിവുഡ് വേൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് 30 റിയാലാണ് ടിക്കറ്റിന്. വീക്കെൻഡിൽ കുറച്ചും കൂടി കൂടും ടിക്കറ്റിന് റേറ്റും കാര്യങ്ങളൊക്കെ. മെക്സിക്കോ പവിലിയൻ്റെ അവിടെ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, സീരിയൽ കില്ലേഴ്സിനൊക്കെ, അതുപോലത്തെ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ജസ്റ്റ് എന്നോട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ജപ്പാനിലേക്കാണ്. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ആ ഷോപ്പിലുള്ള ആൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കൈ കൊണ്ടൊക്കെ എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഷോപ്പിൽ മാംഗോ അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കും കൂടിയിട്ടുള്ളൊരു ഡെസേർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ജപ്പാൻ്റെ ഒരു ഫുഡ് ഐറ്റംസിൽ ഡെസേർട്ട് ഐറ്റംസിൽ പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. അങ്ങനെ ജപ്പാൻസിൻ്റെ ഡ്രസ്സസും കാര്യങ്ങളും ഓർണമെൻറ്റ്സും ആക്സസറീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഷോപ്സ് ഇവിടെ ഉണ്ട്. ഇതും വേറെ എന്തോ ഒരു ഐറ്റം ഫുഡാണ്. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ഏരിയാസ് ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ആ ഡോൾസൊക്കെ നല്ല ക്യൂട്ടായിരുന്നു.
ഇപ്പോൾ ഫാസിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ നിന്നെ എത്ര കൺട്രീസിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് US യു എസിൽ അവിടുത്തെ പോലീസ് കാറും കാര്യങ്ങളും അതുപോലെ തന്നെ പോലീസ് യൂസ് ചെയ്യുന്ന ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാർ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇതാണ് ബൈക്കും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2034 ഇവിടെയാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ടർക്കിഷ് ഐസ്ക്രീം. ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ടോ. ഒരു വെറൈറ്റി. കാരണം നമ്മൾ ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആവില്ലേ നമ്മളെ നാട്ടിലത്തെ ഐസ്ക്രീം. പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് മെൽറ്റ് ആവാത്തൊരു ഐസ്ക്രീമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫ്രാൻസിലേക്കാണ്. ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതുപോലെ ഫോട്ടോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീക്കെൻഡിൽ വരാതെ വീക്ക് ഡേയ്സിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സൗദിക്ക് പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും സൗദിക്ക് അകത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും മുന്നേ നിങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. കാരണം ടിക്കറ്റ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവും. ഞാൻ പറഞ്ഞല്ലോ 30 റിയാലാണ് നമുക്ക് വീക്കെൻഡിൽ വന്നിട്ടുള്ള ടിക്കറ്റ് റേറ്റ്. അത് ഓരോരോ ഇതിനനുസരിച്ച് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക അവരുടെ സൈറ്റിൽ കയറിയിട്ട്. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിരുന്നു. ജിദ്ദയിലായ ടൈമിൽ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിരുന്നു. ഇത് കണ്ടോ നമ്മളെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ജിദ്ദയിലെ ബലദിൻ്റെ ഒരു ചെറിയൊരു ഇതിവിടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് വന്നാൽ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. കാരണം നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. കാരണം ഒരുപാട് കൺട്രീസിൻ്റെ കൾച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആർക്കിടെക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസൊക്കെ നമുക്കിവിടെ അതിൻ്റെ മിനി വേർഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടു. 2034 വേൾഡ് കപ്പ് സൗദിയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സെലിബ്രേഷൻസൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനൻ്റെ ഉള്ളിൽ ഒരുപാട് മാർക്കറ്റുകളും ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്കൊണ്ട് മറ്റ് കൺട്രീസിനെക്കാട്ടിലും കൂടുതൽ ഞാൻ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചൈനയിലാണ് കണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുള്ളതുണ്ടോ, അതിൽ വെക്കാനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ആ ട്രയലുള്ളത്. ഇവിടെ ഒരുപാട് ജ്വല്ലറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് കാണാൻ. പിന്നെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് പുറത്ത് അപേക്ഷിച്ച്. സോ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രീസിലേക്കാണ്. ഗ്രീസിൻ്റെ ഫ്ലാഗിൻ്റെ കളർ വൈറ്റും ബ്ലൂവും കോമ്പിനേഷനാണല്ലേ. ആ വൈറ്റും ബ്ലൂവും ഒരു തീമിൽ തന്നെയാണ് ഇവരെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കാണാൻ. ഈ കാണുന്നതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ലാർജസ്റ്റ് ലേക്ക്. മാൻമെയ്ഡാണ്, ആർട്ടിഫിഷ്യലി മനുഷ്യനിർമ്മിതിയാണ് കേട്ടോ. ഇവിടെ ബോട്ട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോവാം.
പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ട്. പക്ഷേ ഓൾറെഡി റിയാദിലുള്ള ആൾക്കാർ പറയുന്നത് തണുപ്പ് കുറവാണെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കേബിൾ കാറിലൂടെ പോകുമ്പോൾ ഒന്നും കൂടി അടിപൊളിയായിരിക്കും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈജിപ്തിലെ ഫെറോവാസിൻ്റെതും അതുപോലെ തന്നെ പിരമിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ആഫ്രിക്കയിലേക്കാണ്. ആഫ്രിക്ക ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല ആഫ്രിക്ക ഇങ്ങനെയല്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.